മാനേജ്മെൻറ്റ് അതിൽ കുറച്ച് ക്വസ്റ്റ്യനുകൾ പരിചയപ്പെടാം. ആ ക്വസ്റ്റ്യനുകൾ പരിചയപ്പെടലിലൂടെ തന്നെ അതിൻ്റെ തിയറീസ് നമ്മൾ പഠിക്കും. ഫസ്റ്റത്തെ വാട്ട് ഈസ് മീൻ ബൈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്? വളരെ സിമ്പിളാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന മാനേജിങ് ഓഫ് ഫിനാൻസ് ഒരു സ്ഥാപനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ബിസിനസ് ടേമിൽ പറയുകയാണെങ്കിൽ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് എന്നാണ് ജനറലി അത് പണത്തെ പറയപ്പെടുന്നത്, മണി. അപ്പോൾ ആ പണത്തിൻ്റെ മാനേജ്മെൻറ്റാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇവിടെ കാണാം മാനേജ്മെൻറ്റ് നമുക്കറിയാം പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ഇതെല്ലാം ഉൾക്കൊണ്ടതല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പറഞ്ഞാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെ പ്ലാൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്ന ഒരു പരിപാടിക്കാണ്. എന്തിനാണ്? ടു അച്ചീവ് ആൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് നമുക്ക് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക, പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. ഇതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ളത്. അതിൻ്റെ കൃത്യമായൊരു ഡെഫിനിഷൻ പോലെ നമുക്ക് പറയാം. നെക്സ്റ്റ്, റൈറ്റ് എനി ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻസ് ഫംഗ്ഷൻ. ഫിനാൻസ് ഫംഗ്ഷൻ്റെ രണ്ട് ഒബ്ജക്റ്റീവ്. നമുക്കറിയാം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പ്രധാനമായിട്ടും 3 ഫങ്ഷൻസാണുള്ളത്. ഫിനാൻസ് ഫംഗ്ഷൻ, അതായത് എവിടെ നിന്നൊക്കെ ഫിനാൻസ് കണ്ടെത്താമെന്നുള്ളത്. രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ. നമുക്ക് ഫിനാൻസ് ഫംഗ്ഷനിലേക്ക് തന്നെ പോകാം. ഫിനാൻസ് ഫംഗ്ഷൻ്റെ ഫിനാൻസുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൻ്റെ ക്യാഷുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ: ഒന്ന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, പരമാവധി ലാഭം ഉണ്ടാക്കുക; വെൽത്ത് മാക്സിമൈസേഷൻ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയർസിൻ്റെ വാല്യൂ കൂട്ടുക; എഫിഷ്യൻ്റ് ഫണ്ട് യൂട്ടിലൈസേഷൻ, കിട്ടിയ നമ്മുടെ അടുത്തുള്ള ഫണ്ട് എഫിഷ്യൻ്റ് യൂട്ടിലൈസ് ചെയ്യുക; ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ്, സ്ഥാപനത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു പെട്ടെന്നുണ്ടാകുന്ന ബാധ്യതകളെ നേരിടാൻ പറ്റിയ ഒബ്ലിഗേഷൻസിനെ ഫേസ് ചെയ്യാൻ തരത്തിലുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫണ്ട് കയ്യിലുണ്ടാവുക; റിസ്ക് മാനേജ്മെൻറ്റ്, ഫിനാൻസുമായി ബന്ധപ്പെട്ട റിസ്ക്കുകൾ കൈകാര്യം ചെയ്യുക; ക്യാപിറ്റൽ സ്ട്രക്ചർ ഒപ്റ്റിമൈസേഷൻ, കോസ്റ്റ് റിഡക്ഷൻ. ഇങ്ങനെ ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. നമ്മളോട് ഏതെങ്കിലും 2 ചോദിച്ചത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ടൈം പ്രിഫറൻസ് ഓഫ് മണി? നമ്മളെ ടൈം വാല്യൂവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ടൈം പ്രിഫറൻസ് ഓഫ് മണി, അല്ലെങ്കിൽ മറ്റൊരു ടേംസ് നമുക്ക് പറഞ്ഞാൽ ടൈം വാല്യൂ ഓഫ് മണി എന്നർത്ഥം. ഇത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട, ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. എന്നാൽ ഇന്ന് നമുക്ക് കിട്ടുന്നൊരു ക്യാഷ് നാളെ കിട്ടുന്നതിനേക്കാൾ മോർ വാല്യുബിൾ ആയിരിക്കും. മണി അവൈലബിൾ ടുഡേ ഈസ് കൺസിഡേർഡ് മോർ വാല്യുബിൾ ദാൻ ദ സെയിം എമൗണ്ട് ഓഫ് ദ മണി ഇൻ ദി ഫ്യൂച്ചർ. ഇന്ന് നമുക്ക് ഒരു 100 രൂപ കിട്ടുന്നതും ഒരു 5 വർഷം കഴിഞ്ഞ് 100 രൂപ കിട്ടുന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ 100-നാണ് വില കൂടുതൽ. കാരണം ഇന്ന് 100 രൂപക്ക് കിട്ടുന്ന അതേ വസ്തുക്കൾ ഒരു 5 വർഷം കഴിഞ്ഞാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ടൈമിനനുസരിച്ച്, ടൈം കൂടുന്നതിനനുസരിച്ച് പണത്തിൻ്റെ വാല്യൂ കുറഞ്ഞു വരുമെന്നർത്ഥം. അതാണ് ടൈം വാല്യൂ ഓഫ് മണി. മണി അവൈലബിൾ ടുഡേ ഈസ് കൺസിഡേർഡ് മോർ വാല്യുബിൾ ദാൻ ദ സെയിം എമൗണ്ട് ഓഫ് ദ മണി ഇൻ ദി ഫ്യൂച്ചർ. അതാണ് ടൈം പ്രിഫറൻസ് ഓഫ് മണി എന്ന് പറഞ്ഞ ഉദ്ദേശം. അടുത്തത് 4ഉം 5ഉം പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. 6, സ്റ്റേറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ. ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണല്ലോ. നമുക്ക് നോക്കാം. അതിൻ്റെ ഏതെങ്കിലും 2 ഫീച്ചറുകൾ പറയാനാണ് പറഞ്ഞത്. ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇവാലുവേഷൻ ആൻഡ് സെലക്ടിങ് ഓഫ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ്. ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്ത് ഏറ്റവും നല്ല സെലക്ട് ചെയ്യണം. അതിൻ്റെ ഫീച്ചേഴ്സ്: 1, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനുമായി ബന്ധപ്പെട്ടതാണ്; ഇൻവോൾവ് ലാർജ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, വലിയ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്; ഇറിവേഴ്സിബിൾ നേച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ പലപ്പോഴും നമ്മൾ വലിയ ഫിക്സഡ് അസറ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റാത്തതാണ്; റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി ഇൻവോൾവ്മെൻറ്റ്. സ്വാഭാവികമായിട്ടും പണം നിക്ഷേപിക്കുമ്പോൾ അതിൽ റിസ്ക്കും നമുക്ക് ഭാവിയെപ്പറ്റി അൺസർട്ടൈൻ ആയിരിക്കും. പലപ്പോഴും നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ക്യാപിറ്റൽ ബജറ്റിങ്ങുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പോൾ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റിംഗ് ആൻഡ് സെലക്ടിങ് ഓഫ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ആ പേരിൽ തന്നെ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് കിട്ടും. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. ലാർജ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഇറിവേഴ്സിബിൾ നേച്ചറാണ്, റിസ്ക്കും അൺസർട്ടനിറ്റി ഉണ്ട്, ഇവാലുവേഷൻ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ആണ് ഇതിൽ നടക്കുന്നത്, പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഗ്രോത്ത് ആണ് ഇതിൻ്റെ ഫോക്കസ്. ഓക്കെ. നെക്സ്റ്റ്, 7ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീനിങ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണല്ലോ വർക്കിംഗ് ക്യാപിറ്റൽ. 8ാമത്തെ ക്വസ്റ്റ്യനും സെയിം ഭാഗത്തു നിന്നാണ്. ഉണ്ട്, നമുക്ക് ഒന്നിച്ച് നോക്കാം. വാട്ട് ഈസ് റിസീവബിൾ മാനേജ്മെൻറ്റ്? റിസീവബിൾ പറഞ്ഞാൽ നമ്മുടെ ഡെപ്റ്റേഴ്സ്, ക്യാഷ് കിട്ടാനുള്ളത്, അവരെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത്.
ഇവിടെ നമുക്ക് കാണാം വർക്കിംഗ് ക്യാപിറ്റൽ എന്നാൽ ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പനീസ് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലെബിലിറ്റി. കറണ്ട് അസറ്റും കറണ്ട് ലെബിലിറ്റിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ്. മറ്റൊന്നിലേക്ക് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ് ദ ഫണ്ട്സ് അവൈലബിൾ ഫോർ ഡേ ടു ഡേ ഓപ്പറേഷൻ. സ്ഥാപനത്തിൻ്റെ ദൈനംദിന പദ്ധതികൾക്ക് നിലവിൽ അവൈലബിൾ ആയ ഫണ്ടിനാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് റെസീവബിൾ മാനേജ്മെൻറ്റ് എന്താണെന്നല്ല അറിയേണ്ടത്. നമുക്കറിയാം റെസീവബിൾ മാനേജ്മെൻറ്റ് പറയുമ്പോൾ കൂടെ പറയാനുള്ളത് കറണ്ട് അസറ്റിൽ ഒരുപാട് കറണ്ട് അസറ്റുകൾ ഉണ്ടാവും. നമ്മൾ സ്റ്റോക്ക്, റെസീവബിൾ, കറണ്ട് ലയബിലിറ്റിയിൽ ട്രേഡ്, പേയബിൾ എല്ലാം ഉണ്ടാവും. ഇതിൻ്റെ ഓരോന്നിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് ഈ വർക്കിംഗ് ക്യാപിറ്റലുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ പഠിക്കും. അതിലെ ഒരു ഉദാഹരണമാണ് റെസീവബിൾ മാനേജ്മെൻറ്റ്. റെസീവബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആളുകളിൽ നിന്ന് കിട്ടാൻ നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ നിന്ന് ക്യാഷ് ഇങ്ങോട്ട് കളക്ട് ചെയ്യുന്ന മാനേജ് ചെയ്യുക. അത് മാനേജ് ചെയ്യാൻ കാര്യമായിട്ടൊന്നുമില്ല, കറക്റ്റ് ടൈമിന് ക്യാഷ് അവരെ നിന്ന് കളക്ട് ചെയ്യാൻ നിർത്തും. ഇല്ലെങ്കിൽ നമ്മളിവിടെ ഫണ്ടില്ലാതെ കൊടുക്കും. അപ്പോൾ receivable management or managing account receivable means collecting the payment due for sales in timely manner. സെയിൽസിലൂടെ നമുക്ക് കിട്ടാനായ ക്യാഷ് കറക്റ്റ് ടൈമിൽ കളക്ട് ചെയ്യുക എന്നതാണ് റിസീവബിൾ മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 8 കഴിഞ്ഞു. 9ാമത്തത് എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് വിച്ച് എഫക്റ്റ് ഫിനാൻഷ്യൽ പ്ലാൻ. ഈ ഒറ്റ തിയറി ക്വസ്റ്റ്യനും കൂടെ ഇതിലുള്ളൂ. ഇനി അങ്ങോട്ട് ഫുള്ള് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് വിച്ച് എഫക്റ്റ് ഫിനാൻഷ്യൽ പ്ലാൻ. നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൻ്റെ ഘടകങ്ങൾ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ. ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ട്രാറ്റജിക് ബ്ലൂ പ്രിൻറ്റ് ദാറ്റ് ഔട്ട്ലൈൻ ആൻഡ് ഓർഗനൈസേഷൻ ഫിനാൻഷ്യൽ ഗോൾ. സ്ഥാപനത്തിൻ്റെ സാമ്പത്തികമായ ലക്ഷ്യങ്ങളും റിസോഴ്സ് അലോക്കേഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി, റിസ്ക് മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞല്ലോ. ഇതിൻ്റെയൊക്കെ ഒരു ബ്ലൂ പ്രിൻറ്റ്, ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു നേരത്തെയുള്ള തീരുമാനമാണ് പ്ലാൻ എന്നുള്ളത്. ഈ പ്ലാൻ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ആ പ്ലാനിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ബിസിനസ്സിൻ്റെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിനനുസരിച്ചാണല്ലോ പ്ലാൻ ഉണ്ടാവുക. അപ്പോൾ സ്ഥാപനത്തിൻ്റെ ഷോർട്ട് ടേമും ലോങ് ടേമും എന്താണ് കൃത്യമായിട്ട് ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് എത്രത്തോളം എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ റിസോഴ്സ് ഏതൊക്കെ നിലക്ക് തിരിക്കണം എന്നൊക്കെ അറിയാൻ കഴിയുള്ളൂ. അതുപോലെ നമ്മുടെ നാട്ടിലെ എക്കണോമിക് കണ്ടീഷൻ, നമ്മളെ ഇൻഫ്ലേഷനും ഇൻട്രസ്റ്റ് റേറ്റ്, എക്കണോമിക് സൈക്കിള്, ഇതുപോലത്തെ നമ്മുടെ നാട്ടിലെ ബോറോയിങ് കോസ്റ്റുകൾ, ഇതെല്ലാം ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ ബാധിക്കും. ക്യാപിറ്റൽ സ്ട്രക്ചർ, അതായത് ഡെപ്റ്റ് ഇക്വിറ്റിൻ്റെ മിക്സ്, സ്ഥാപനം ഏത് മെത്തേഡാണ് സ്വീകരിക്കുന്നത്, മാക്സിമം ഡെപ്റ്റ് എന്നാണോ അതല്ല മാക്സിമം ഇക്വിറ്റി എന്നാണോ, എന്താണോ ആ ഒരു സ്ട്രക്ചർ നമ്മൾ തീരുമാനിക്കുന്നത്, അത് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ എഫക്റ്റ് ചെയ്യും. ലിക്വിഡിറ്റി ആൻഡ് ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ്. അപ്പോൾ സ്ഥാപനം എപ്പോഴും ലിക്വിഡ് ആവണം. അപ്പോൾ നമ്മളെ സ്ഥാപനത്തിന് എത്രത്തോളം ക്യാഷ് ആവശ്യം പെട്ടെന്ന് വരും എന്ന് മനസ്സിലാക്കിയിട്ട് സ്ഥാപനത്തിൻ്റെ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് ചെയ്യുക എന്നൊരു പദ്ധതി നമ്മളെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ എഫക്റ്റ് ചെയ്യും. കാരണം ലിക്വിഡിറ്റി ആണ് നമ്മളെ ഫിനാൻഷ്യൽ പ്ലാനിങ് വലിയ നിലക്ക് എഫക്റ്റ് ചെയ്യും. ലിക്വിഡിറ്റി വേണമെങ്കിൽ നമുക്ക് തോന്നിയതുപോലെ ഫിനാൻസിങ് കയ്യിൽ 5 പൈസയും വെക്കാതെ ഫുൾ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ചെയ്യാം. പക്ഷേ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് എന്നൊരു വിഷയം വരുമ്പോൾ കയ്യിൽ ക്യാഷ് വെക്കണം, എന്നാൽ ഓവറിട്ട് വെക്കാൻ പറ്റില്ല, വലിയൊരു വിഷയമാണത്. റിസ്ക് മാനേജ്മെൻറ്റ്, റെഗുലേറ്ററി ആൻഡ് ടാക്സ് കോംപ്ലയൻസ്, നമ്മുടെ നാട്ടിലെ ടാക്സുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഇതൊക്കെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിനെ എഫക്റ്റ് ചെയ്യും. ഇത്രയാണ് 2025 ജാനുവരി ചോദിച്ച ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള തിയറി ചോദ്യങ്ങൾ.